നിമിഷപ്രിയയുടെ പേരിൽ വ്യാജ പണപ്പിരിവിനെതിരെ ആക്ഷൻ കൗൺസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. പാസ്റ്റർ കെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നിമിഷപ്രിയ വിഷയത്തിൽ താൻ ഇതുവരെ ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്, പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് തുക നൽകേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ തൻ്റെ FCRA അക്കൗണ്ട് പുനഃസ്ഥാപിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് പോൾ എന്ന പാസ്റ്ററാണ് ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾ മുമ്പ് സാമുവൽ ജെറോം എന്ന കള്ളനാണയത്തിനെ പൊളിച്ചടുക്കിക്കൊണ്ട് ഈ തലാലിൻ്റെ സഹോദരൻ ഫത്തഹ് അബ്ദുൽ മെഹദി വന്നിരുന്നു രംഗത്ത്. അദ്ദേഹം പറഞ്ഞത് ഈ $40,000 അത്രത്തോളം തുക ഈ സാമുവൽ ജെറോം കൈപ്പറ്റിയിട്ടുണ്ട്, അതായത് ഈ പണപ്പിരിവിലൂടെ കൈപ്പറ്റിയിട്ടുണ്ട്. അത് തലാലിൻ്റെ കുടുംബത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഒരു സത്യമാണ് തലാലിൻ്റെ സഹോദരൻ വെളിപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അന്ന് തന്നെ സാമുവൽ ജെറോം എന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ, അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്ന വ്യക്തി, ഒരു സംശയത്തിൻ്റെ നിഴലിൽ ആയി. അതിനുശേഷം ഇപ്പോൾ പാസ്റ്റർ കെ പോളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് തൻ്റെ പൈസ താൻ നൽകിയ നിമിഷപ്രിയയുടെ ഈ ഒരു മോചനത്തിന് വേണ്ടി താൻ നൽകിയ ധനം അത് അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള അല്ലെങ്കിൽ വ്യാജ പണപ്പിരിവുകൾ ഈ നിമിഷപ്രിയയുടെ പേരിൽ സംഭവിക്കുന്നുണ്ട് എന്ന ഒരു ആരോപണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും തുടർച്ചയായിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം ഒരു ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകനുമാണ്. നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് തുക നൽകണമെന്ന് പോൾ ആവശ്യപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ തൻ്റെ FCRA അക്കൗണ്ട് പുനഃസ്ഥാപിക്കണം എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ നിമിഷപ്രിയ വിഷയത്തിൽ ലക്ഷങ്ങൾ താൻ ഇതുവരെ ചെലവാക്കിയിട്ടുണ്ട്, പുതിയൊരു അക്കൗണ്ട് വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത് കാത്തിരിക്കുകയാണ് എന്നും പോൾ പറഞ്ഞു. അപ്പോൾ നേരത്തെ പണം ആവശ്യപ്പെട്ടിട്ടുള്ള പോസ്റ്റ് തള്ളി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു. അതായത് ഇതിന് പിന്നാലെയാണ് വീണ്ടും പോസ്റ്റുമായി പോൾ എത്തുന്നത്. അതായത് നിമിഷപ്രിയയുടെ മോചനത്തിന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ടും പങ്കുവച്ചായിരുന്നു 8.3 കോടി രൂപ ആവശ്യമുണ്ടെന്ന പോളിൻ്റെ പ്രചാരണം വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുകയായിരുന്നു. നിമിഷപ്രിയ കേസിൽ അമ്പരിപ്പിക്കുന്ന നീക്കങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തിയ ആളാണ് പോൾ. തൻ്റെ ഇടപെടലിൻ്റെ ഫലമായി നിമിഷപ്രിയ ഉടനെ മോചിതയാകുമെന്നും ആദ്യം പ്രഖ്യാപിച്ച ആളാണ് പോൾ. പിന്നാലെയാണ് ഇപ്പോൾ മോചനത്തിന് 8.3 കോടി രൂപ ആവശ്യമുണ്ടെന്ന് കാട്ടിയുള്ള പോസ്റ്റ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തത്. അപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പേരിലുള്ളതെന്ന് കാട്ടി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഷെയർ ചെയ്തിരുന്നു. പോസ്റ്റ് വന്ന ഉടനെ അതിൻ്റെ ആധികാരികതയിൽ സംശയം ഉയർന്നിരുന്നു. പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇക്കാര്യം നിഷേധിച്ച് എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ഇട്ടത്. അവകാശവാദം വ്യാജമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിലെ പേ ആൻഡ് അക്കൗണ്ട് ഓഫീസറുടെ അക്കൗണ്ട് വിവരങ്ങൾ പോളിന് എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ചോദ്യം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമിയും മകളും നേരത്തെ ഒമാനിൽ പോളിന് സമീപമെത്തുകയും ഇവർക്കൊപ്പമുള്ള വീഡിയോകൾ പോൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം പോളിൻ്റെ അവകാശവാദങ്ങൾ ശരിയായിരുന്നുവെങ്കിൽ നിമിഷപ്രിയ ഇതിനോടകം മോചിതയായനെ. ഇതിനിടെ വ്യാജ പണപ്പിരിവ് നടത്തുന്ന സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. നിമിഷപ്രിയയുടെ പേരിൽ പിരിവ് നടത്തുന്ന പോളിനെതിരെ കേസെടുക്കണം എന്നാണ് ആവശ്യം. ആക്ഷൻ കൗൺസിൽ അംഗവും സുപ്രീം കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് പരാതി നൽകിയത്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം നൽകണമെന്നായിരുന്നു പോളിൻ്റെ ആവശ്യം. എന്തായാലും പോളിൻ്റെ ആവശ്യം വ്യക്തമായിരിക്കുകയാണ്. പോളിന് നിമിഷപ്രിയ രക്ഷപ്പെടണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹം പറഞ്ഞു, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിലേക്ക് അങ്ങനെയാണെങ്കിൽ പണം കൈമാറാമെന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് സാമുവൽ ജെറോം എന്ന് പറയുന്ന വ്യക്തിയുടെ $40,000 എവിടെ പോയി എന്നുള്ളതാണ്. അതായത് ഈ തലാലിൻ്റെ സഹോദരൻ അന്ന് രംഗത്ത് വന്നപ്പോൾ, അതായത് ഈ നിമിഷപ്രിയ കേസിൽ നിമിഷപ്രിയയെ പറ്റി ഇവിടെ മാധ്യമങ്ങൾ എന്താണ് പറയുന്നതെന്ന് തലാലിൻ്റെ കുടുംബത്തിന് അറിയാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. അപ്പോൾ മലയാളികളുടെ തന്നെ അതിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തിരുന്നു. അതായത് മലയാളികൾ തലാലിൻ്റെ സഹോദരൻ്റെ ഫേസ്ബുക്ക് പേജ് കണ്ടെത്തുകയും അവിടെ ചെന്ന് തെറിയഭിഷേകം ചെയ്യുകയും ചെയ്തു, പൊങ്കാല കമൻറ്റുകൾ ഇടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് അവർക്ക് ഈ മലയാളത്തിൽ എഴുതിയാൽ ഈ തെറികൾ തലാലിൻ്റെ സഹോദരന് മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതി അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി അറബിയിലാക്കി ആയിരുന്നു ഈ മഹാന്മാർ അവിടെ ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം പ്രകോപിതനായിട്ടാണ് വധശിക്ഷ ഒരു കാരണവശാലും മാറ്റില്ല എന്ന് പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം എന്താണ് നിമിഷപ്രിയയുടെ നാട്ടിൽ നടക്കുന്നതെന്ന് അറിയാൻ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം ഇവിടെ നാട്ടിലെ മാധ്യമങ്ങൾ
ഈ കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് പറയുന്നത്, ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്താണ് പറയുന്നതെന്ന് നിരീക്ഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെയും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അവൈലബിൾ ആണല്ലോ. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി തന്നെ അദ്ദേഹം മനസ്സിലാക്കി കേരളത്തിലെ മാധ്യമങ്ങൾ നിമിഷപ്രിയ ഒരു മാലാഖയായാണ് ഉയർത്തിക്കാട്ടുന്നതെന്ന്. അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നിമിഷപ്രിയ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല, നിങ്ങൾ കരുതുന്ന പോലെ ഒരു മാലാഖയല്ല നിമിഷപ്രിയ, നിമിഷപ്രിയ ഒരു സൈക്കോപാത്താണെന്ന് തലാലിൻ്റെ കുടുംബം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അവർ യമനിൽ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ സന എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഈ ആളുകൾ, അവരുടെ തലാലിൻ്റെ ഗോത്രം, അവർ ഇതൊരു വളരെ വൈകാരികമായാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിൽ ഷാരോൺ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ ഒരു കൊലപാതക കേസ് ഉണ്ടായിരിക്കും, അറിയാമായിരിക്കുമല്ലോ. ആ കേസ് എത്രത്തോളം വൈകാരികമായാണോ മലയാളികൾ എടുത്തത്, അത്രത്തോളം വൈകാരികമായിട്ടാണ് അവർ ഇതെടുത്തിരിക്കുന്നത്. ഒരു വിദേശ വനിത വന്ന് അവരുടെ നാട്ടിലേക്ക് വന്ന് അവരുടെ ഒരു പൗരനെ കൊന്നിട്ട് കടന്നു കളയാൻ ശ്രമിക്കുമ്പോൾ പിടിക്കപ്പെട്ടതാണ്. അപ്പോൾ അവർ ആ ഒരു രീതിയിലാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ നിമിഷപ്രിയയെ മാലാഖയാക്കി കാണിക്കുന്ന ഇത്തരം നടപടികൾ ഒട്ടും തന്നെ ശരിയല്ല. അവിടെ ചെന്ന് അവരുടെ കുടുംബത്തിനെ പ്രകോപിപ്പിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിനെ വൈകിപ്പിക്കാനോ അല്ലെങ്കിൽ ആ ഒരു സാധ്യത ഇല്ലാതാക്കാനോ മാത്രമേ സഹായകമാകുകയുള്ളൂ എന്ന് ദയവ് ചെയ്ത് മലയാളികൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനകത്ത് നിമിഷപ്രിയയ്ക്ക് ഈ പറയുന്ന യമൻ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ഇപ്പോൾ അവിടെ നിന്ന് കൃത്യമായ നിയമപരിരക്ഷ കിട്ടുന്നില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് ആക്ഷൻ കൗൺസിലും. അപ്പോൾ ആക്ഷൻ കൗൺസിലാണ് ഇപ്പോൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത്. അവർ പറയുന്ന ആ ഒരു വാദം തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം നിമിഷപ്രിയയ്ക്ക് വേണ്ടി അവിടെ കൃത്യമായ നിയമ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. നിയമപരിരക്ഷ തേടാനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2020 മനോരമ നടത്തിയൊരു ഓൺലൈൻ ഇൻ്റർവ്യൂയും ഉണ്ടായിരുന്നു നിമിഷപ്രിയയുമായിട്ട്. ആ ഓൺലൈൻ ഇൻ്റർവ്യൂവിൽ നിമിഷപ്രിയ തന്നെ സമ്മതിച്ച കാര്യമാണ്, താൻ ഈ കൊലപാതകം ചെയ്തു, ഇത് ഇങ്ങനെ ഈ പറയുന്ന കഷ്ണങ്ങളാക്കി വെട്ടിമുറിച്ചതും താൻ തന്നെയാണെന്ന് സമ്മതിച്ച കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന അനിശ്ചിതത്വം നിലനിൽക്കുന്ന അല്ലെങ്കിൽ അരാജകത്വം നിലനിൽക്കുന്ന രാജ്യമാണെങ്കിൽ പോലും അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഭരണകൂടമില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന പെൺകുട്ടിക്ക് നീതി തേടാനുള്ള, തൻ്റെ നാട്ടിലേക്ക് ബന്ധപ്പെടാനുള്ള, നാട്ടിലെ ഒരു മാധ്യമവുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കൂടി അവർ ഒരുക്കി നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ കുറ്റസമ്മതം നടത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നിമിഷപ്രിയയ്ക്ക് നിയമപരിരക്ഷ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു സാധ്യത ഒരിക്കലും അത്തരം വാദങ്ങൾ ഒരിക്കലും ശരിവെച്ച് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് സാമുവൽ ജെറോം എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് നടത്തിയൊരു തിരിമറിയാണ് ഇപ്പോൾ ഏറ്റവും വിഷയമായിരിക്കുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇപ്പോൾ കാന്തപുരം അബൂബക്കർ പറഞ്ഞിരുന്നു, തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ താൻ ചെയ്തു കഴിഞ്ഞു. അത് എല്ലാ ദിവസങ്ങളും അതാത് ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ നീക്കങ്ങൾ അറിയിച്ചിരുന്നു, അവിടെ നിന്നുള്ള മറുപടികൾ അറിയിച്ചിരുന്നു. അപ്പോൾ ഇനി ഈ മോചനവുമായിട്ട് ബന്ധപ്പെട്ട്, അത് വധശിക്ഷ റദ്ദാക്കലിലായിരുന്നു തൻ്റെ പ്രവർത്തനം, അതിനെ കേന്ദ്രീകരിച്ചായിരുന്നു തൻ്റെ പ്രവർത്തനം. അപ്പോൾ അതിൻ്റെ മോചനത്തിനായിട്ടുള്ളത് ഇനി കേന്ദ്ര സർക്കാർ തന്നെ ചെയ്യണം എന്നായിരുന്നു കാന്തപുരം അറിയിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള അതായത് പുര കത്തുമ്പോൾ വാഴ നടുക എന്ന് പറയും, അതുപോലെയുള്ള ഇത്തരം ആളുകളുടെ പ്രവൃത്തി മലയാളികൾ തിരിച്ചറിയണം. ഇതുപോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കേരള സർക്കാരിൻ്റെയോ ഫണ്ടുകളിലേക്ക് മാത്രം ഇത്തരം നിങ്ങളുടെ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന സഹായത്തുക നിങ്ങൾ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള കഴുകന്മാർ, ശവം തീനികളായിട്ടുള്ള കഴുകന്മാർ വന്ന് നിങ്ങളുടെ കയ്യിലെ പൈസ കവർന്നെടുക്കുകയും അത് ഈ നിമിഷപ്രിയയെ പോലുള്ള ഇത്തരത്തിൽ നിങ്ങൾ ആരെ സഹായിക്കാനാണോ ഈ പണം നൽകുന്നത് അവരിലേക്ക് എത്താതിരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും.